ഓം ശ്രീ ആഞ്ജനേയായ നമ. MSV4 ആസ്ട്രോ റിസർച്ചിൻ്റെ വാരഫല വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ MS വിനീത്. ഈ ഒരു വീഡിയോയിൽ അടുത്ത ഒരാഴ്ചത്തെ ഫലം, വാരഫലമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഈ വരുന്ന ഞായറാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വൈകിട്ട് വരെയുള്ള ഫലമാണ് ഞാൻ പറയുന്നത്. 2025 ഏപ്രിൽ 27 മുതൽ മെയ് 3 വരെ, ഏപ്രിൽ 27 മുതൽ മെയ് 3 വരെയുള്ള വാരഫലം, അടുത്തൊരാഴ്ചത്തെ ഫലം, അതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത്. അപ്പം ഈ വാരഫല വീഡിയോ 27 നക്ഷത്രക്കാരുടെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത് കബഡി പ്രശ്നത്തിലൂടെയാണ്. അതായത് ഓരോ രാശിക്കും മേടക്കൂറ് മുതൽ മീനക്കൂറ് വരെയുള്ള ഓരോ രാശിക്കാർക്കും ഓരോ തവണ കബഡി പ്രശ്നം വെച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വാരഫലത്തിലേക്ക് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താൻ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വാരഫല വീഡിയോയിൽ ആദ്യമായിട്ട് മേടക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർ, മേടക്കൂർ നക്ഷത്ര ജാതകരായ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗം. മേടക്കൂർ നക്ഷത്ര ജാതകർക്ക് നിലവിൽ ആദിത്യ ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള കടാക്ഷം നിൽക്കുന്നതാണ്. അതായത് കർമ്മരംഗത്തുള്ള അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്നതാണ്. പുതിയതായിട്ട് ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് അടുത്ത ഒരാഴ്ച. വിവാഹം ആലോചിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പക്ഷേ ഒരു ബുധനാഴ്ചയ്ക്ക് ശേഷം വിവാഹ ആലോചനകൾക്കൊക്കെ പറ്റിയ സമയമാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക്. പണം ഇടപാടുകൾ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ശത്രുക്കൾ ഈ ഒരാഴ്ച, ശത്രു സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ ക്ഷേത്ര ദർശനത്തിനുള്ള ഭാഗ്യം, അങ്ങനെയുള്ള ഭാഗ്യം, പൂർണ്ണമായിട്ടുള്ള ദൈവികത നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ് വരാൻ പോകുന്നത്. ദാമ്പത്യപരമായിട്ട് ദമ്പതികൾക്കിടെ ഇടയിലുള്ള അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള അഭിപ്രായ ഭിന്നതകളൊക്കെ മാറി നിൽക്കുന്നു. അതുപോലെ കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നു. ബിസിനസ് പരമായിട്ട്, ബിസിനസ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ സമയമാണ്. ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ ബുധനാഴ്ചയ്ക്ക് ശേഷം ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പണം ഇടപാടുകൾ നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ട അത്യാവശ്യമാണ്. ശത്രുപരമായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങളൊന്നും നിങ്ങളെ അങ്ങനെ നേരിടുകയില്ല. പക്ഷേ ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതായത് തലവേദന ഉണ്ടാകാനുള്ള സാധ്യത, നയന സംബന്ധമായിട്ടുള്ള പ്രശ്നം, എപ്പോഴും അലസത, ക്ഷീണം, ജോലിയിലുള്ള ആ ഒരു താല്പര്യക്കുറവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ജോലിയിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ തന്നെ വരുത്തി വെക്കുന്ന ചെറിയ രീതിയിലുള്ള അലസതകൾക്കുള്ള കാരണങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. മൊത്തത്തിൽ നല്ല രീതിയിലുള്ള ഐശ്വര്യമുള്ള ഒരാഴ്ചയാണ് നിങ്ങൾക്ക് മേടക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നത്. അടുത്തതായി ഇടവക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകൈര്യം പകുതി. ഇടവക്കൂർ നക്ഷത്ര ജാതകർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് അടുത്ത ഒരാഴ്ച. നിങ്ങൾക്ക് ജോലിയിലുള്ള തടസ്സങ്ങളെല്ലാം മാറി നിൽക്കുന്നു. ശത്രുപരമായിട്ട് ചെറിയ തോതിൽ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, ശത്രു സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ നിങ്ങളെ അടുത്ത ഒരാഴ്ച ചിലപ്പം നേരിട്ടേക്കാം. പണമിടപാട് വഴി ചിലപ്പം ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കാം. അതുപോലെ തന്നെ അടുത്ത മിത്രങ്ങൾ ചിലപ്പോൾ ശത്രുക്കളായി മാറിയേക്കാം. അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഇടവക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുള്ളൂ. വിവാഹം ആലോചിക്കുന്നവർക്കും അതുപോലെ പുതിയതായിട്ട് ജോലിക്ക് വേണ്ടി പുറത്തേക്കൊക്കെ, വിദേശത്തൊക്കെ പോകാൻ വേണ്ടി ജോലിക്ക് ട്രൈ ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് അടുത്ത ഒരാഴ്ച. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നു. ദമ്പതികൾക്കിടയിലും വളരെ നല്ല ഒരു സാഹചര്യം, നല്ല രീതിയിൽ, നല്ല പൊരുത്തത്തോടു കൂടി, അങ്ങനെയുള്ള വഴക്കുകളൊന്നും ഉണ്ടാവാതെ നല്ല രീതിയിൽ പോകാനുള്ള ഒരു ദൈവികപരമായിട്ടുള്ള കടാക്ഷം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ കുടുംബ ക്ഷേത്രത്തിൽ നിന്നുള്ള പൂർണ്ണമായിട്ടുള്ള ഐശ്വര്യം നിങ്ങൾക്ക് തെളിഞ്ഞു നിൽക്കുന്നതാണ്. അതുപോലെ പുതിയതായിട്ട് ബിസിനസ് രംഗത്തൊക്കെ പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർക്ക് വളരെ നല്ല സമയമാണ്. നിലവിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് അതിൻ്റെ നല്ല രീതിയിലുള്ള റിട്ടേൺസ്,
നല്ല രീതിയിൽ കസ്റ്റമേഴ്സിനെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്ത് നല്ല രീതിയിൽ മുൻപോട്ട് പോകാനുള്ള ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സമയം, നല്ല രീതിയിലുള്ള സമയമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. പുറത്തേക്ക് വിദ്യാഭ്യാസപരമായിട്ടൊക്കെ ഹയർ സ്റ്റഡീസിനൊക്കെ പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ്. ആരോഗ്യപരമായിട്ടും അത്ര ബുദ്ധിമുട്ടുകൾ നിങ്ങളെ അങ്ങനെ ഇഷ്യൂസ് ഉണ്ടാകുന്നതല്ല. പക്ഷേ ശത്രുപരമായിട്ടുള്ള തടസ്സം ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. അതുപോലെ തന്നെ ശത്രു തടസ്സം മാത്രമല്ല, നിങ്ങൾക്ക് എക്സ്പെൻസ്, ചിലവുകൾ കൂടി നിൽക്കാനുള്ള സാധ്യതയും ഇടവക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നതാണ്. അടുത്തത് മിഥുന കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ മകൈര്യം പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ ഭാഗം. മിഥുനക്കൂർ നക്ഷത്ര ജാതകർക്ക് അത്ര അനുകൂലമായിട്ടുള്ള ഒരു സമയമല്ല വരാൻ പോകുന്നത് അടുത്ത ഒരാഴ്ച. കാരണം കർമ്മരംഗത്ത് ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ജോലിക്ക് അന്വേഷിക്കുന്നവർക്ക് അടുത്ത ഒരു ബുധൻ വ്യാഴം വരെയൊക്കെ കിട്ടാനുള്ള സാധ്യതകൾ മങ്ങി നിൽക്കാനുള്ള അങ്ങനെയുള്ള സാധ്യതകൾ കാണിക്കുന്നു. തടസ്സങ്ങളാണ് കാണിക്കുന്നത്. അതുപോലെ ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ കാണിക്കുന്നു. പണമിടപാട് വഴി നഷ്ടം കാണിക്കാനുള്ള സാധ്യതകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. അതുപോലെ ഫാമിലിയിൽ ചെറിയ തോതിലുള്ള അസ്വസ്ഥതകൾ, പിതാവിന് ചെറിയ അരിഷ്ടതകളൊക്കെ കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. മാതാവ് വഴിയുള്ള ബന്ധുക്കൾക്ക്, പ്രത്യേകിച്ച് അമ്മാവൻ, അങ്ങനെയുള്ള അടുത്ത ബന്ധം, അമ്മയുടെ അമ്മ, അമ്മയുടെ അച്ഛൻ, അവർക്കൊക്കെ ചെറിയ തോതിലുള്ള ആരോഗ്യ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ കാണിക്കുന്നുണ്ട് അടുത്ത ഒരാഴ്ച. വിദേശത്ത് പോകാൻ ജോലി സംബന്ധമായിട്ടൊക്കെ ശ്രമിക്കുന്നവർക്കും അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. അടുത്തൊരു ചൊവ്വ ബുധൻ വരെ അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. വിവാഹം ആലോചിക്കുന്നവർക്കും ചൊവ്വാഴ്ചയ്ക്ക് ശേഷം നല്ല രീതിയിലുള്ള ആലോചനകൾ നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാം. അതുവരെ ഞായർ മുതൽ ചൊവ്വ വരെ അത്ര അനുകൂലമായിട്ടുള്ള സമയം അല്ല മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക്. ആരോഗ്യപരമായിട്ട് ചെറിയ തോതിലുള്ള ആരോഗ്യ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ മിഥുനക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. ബിസിനസ് രംഗത്ത് ഒക്കെ പ്രവർത്തിക്കുന്നവർക്കും അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. കുട്ടികൾക്ക്, സ്റ്റുഡൻസിന് നല്ല സമയമാണ്. വിദേശത്തൊക്കെ പോകാനൊക്കെ പ്ലാനിംഗ് ഒക്കെ എടുക്കുന്ന കുട്ടികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അവർക്ക് പൂർണ്ണമായിട്ടുള്ള ആ ഒരു സരസ്വതി കടാക്ഷം നിറഞ്ഞു നിൽക്കാനുള്ള ഒരു സമയമാണ് അടുത്ത ഒരാഴ്ച. അടുത്തത് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ പുണർദം കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് അനാവശ്യമായിട്ടുള്ള ടെൻഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത അടുത്ത ഒരാഴ്ച കാണിക്കുന്നുണ്ട്. അതായത് അൺനെസസറി ടെൻഷൻസ്, വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നു, അങ്ങനെ ടെൻഷൻ ഉണ്ടാകുന്നു. ആ ടെൻഷൻ കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ആ ഒരു ഫലപ്രാപ്തിയിൽ എത്താതെ തടസ്സങ്ങളായിത്തീരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കർക്കിടകക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. വീട്ടിൽ സമാധാനവും ഐശ്വര്യവും നിലനിൽക്കും. പക്ഷെ ദമ്പതികൾക്കിടയിൽ, അതായത് കപ്പിൾസ്, അവർക്കിടയിൽ ചെറിയ തോതിലുള്ള സൗന്ദര്യപ്പിണക്കം, അങ്ങനെയുള്ള വഴക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ അതൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് പരിഹരിച്ച് മുൻപോട്ട് പോവുക. ധനപരമായിട്ട് നഷ്ടം കാണിക്കുന്നു. പണമിടപാടുകൾ ശ്രദ്ധിക്കുക. വിദേശത്ത് ജോലിക്കൊക്കെ പോകാനൊക്കെ പ്ലാനിംഗ് ഒക്കെ ഉള്ളവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ ഹയർ സ്റ്റഡീസിനൊക്കെ പുറത്ത് പോകാൻ പ്ലാനിംഗ് ഒക്കെ ചെയ്യുന്ന സ്റ്റുഡൻസ്, കുട്ടികൾക്ക് വളരെ നല്ല സമയം, അനുകൂലമായിട്ടുള്ള സമയമാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് അത്ര അനുകൂലമാവില്ല അടുത്ത ഒരാഴ്ച. വാഹനം എടുക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്നവർ, അതുപോലെ വീട് വയ്ക്കാനൊക്കെ പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പോകുന്നവർ, അങ്ങനെ ഉള്ളവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് അടുത്ത ഒരാഴ്ച. കുട്ടികൾക്ക് വളരെ നല്ല സമയമാണ്. അവർക്ക് വളരെ അനുകൂലമായിട്ട്, പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്നു അടുത്ത ഒരാഴ്ച. ഇതൊക്കെയാണ് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് അടുത്ത ഒരാഴ്ചത്തെ ഫലം. അടുത്തത് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ മകം, പൂരം, ഉത്രം കാൽഭാഗം. ചിങ്ങക്കൂർ നക്ഷത്ര ജാതകർക്ക് കഴിഞ്ഞ ഒരാഴ്ചത്തെ പോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്.
ആദിത്യ ഭഗവാന്റെ ഒരു അനുഗ്രഹ സ്ഥാനത്ത് ആദിത്യ ഭഗവാൻ അടുത്ത ഒരാഴ്ച നിൽക്കുന്നതാണ്. അതുപോലെ ശനി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ അങ്ങനെ അധികം ഇവരെ ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് അത്രയും ബാധിക്കത്തില്ല. കുടുംബ ക്ഷേത്രത്തിൽ നിന്നുള്ള പൂർണ്ണമായിട്ടുള്ള കടാക്ഷം നിറഞ്ഞു നിൽക്കുന്നു. പക്ഷേ ചെറിയ തോതിൽ ആരോഗ്യ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. അതായത് നയന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അത് പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ദഹിക്കാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ ഡൈജസ്റ്റീവ് ഇഷ്യൂസൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അപ്പം പുതിയതായിട്ടുള്ള പരിചയമില്ലാത്ത ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ അടുത്ത ഒരാഴ്ച ഒന്ന് ശ്രദ്ധിക്കുക. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നു. ദമ്പതികൾക്കിടയിൽ വളരെ നല്ല സമയമാണ്. അങ്ങനെ ഓവറായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നല്ല രീതിയിൽ മുൻപോട്ട് പോകാൻ സഹായകരമാകുന്നതാണ്. കുടുംബക്ഷേത്രത്തിൽ നിന്നുള്ള പൂർണ്ണമായിട്ടുള്ള പരദേവതാ കടാക്ഷം അടുത്ത ഒരാഴ്ച ചിങ്ങക്കൂർ നക്ഷത്ര ജാതകർക്ക് നിറഞ്ഞു നിൽക്കുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അടുത്ത ഒരാഴ്ച. പ്രത്യേകിച്ച് ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യാൻ അങ്ങനെയുള്ള പ്ലാനിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ആ പ്ലാൻ വർക്കൗട്ട് ചെയ്യാൻ പറ്റിയ ഒരാഴ്ച, ഫൈനൽ ഡിസിഷൻ എടുക്കാൻ പറ്റിയ ഒരാഴ്ച, അങ്ങനെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്സ് ബേസ്ഡ് ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ചിങ്ങക്കൂറിൽ വരുന്ന എല്ലാ നക്ഷത്ര ജാതകർക്കും. അടുത്തതായി കന്നിക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ ഉത്രം മുക്കാൽ ഭാഗം, അത്തം ചിത്തിര പകുതി. കന്നിക്കൂർ നക്ഷത്ര ജാതകർക്ക് ജോലി സംബന്ധമായിട്ട് നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിൽ വളരെ പ്രോഗ്രസീവായിട്ടുള്ള വളരെ നല്ല സമയമാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക്. പുതിയതായിട്ട് ജോലി അന്വേഷിക്കുന്നവർക്ക് അടുത്ത ബുധനാഴ്ച വരെ അത്ര അനുകൂലമായിരിക്കില്ല. അവർ പരദേവതാ കടാക്ഷം നല്ല രീതിയിൽ നേടി മുൻപോട്ട് പോവുകയാണെങ്കിൽ അങ്ങനത്തെ തടസ്സങ്ങൾ മാറ്റിയെടുക്കാവുന്നതാണ്. കന്നിക്കൂർ നക്ഷത്ര ജാതകർക്ക് വിവാഹം ആലോചിക്കുന്നവർക്ക് അടുത്ത ഒരു ചൊവ്വ ബുധൻ വരെ അത്ര അനുകൂലമായിട്ടുള്ള സമയമാവില്ല. കുടുംബത്ത് ചെറിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് ഒരു ചെറിയ രീതിയിലുള്ള സമാധാനക്കുറവ് കുടുംബത്ത് മൊത്തത്തിൽ കാണിക്കും. ദമ്പതികൾക്കിടയിലുള്ള ചെറിയ സൗന്ദര്യപ്പിണക്കം, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ കാണിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക്. വിദേശത്ത് ജോലിക്ക് പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് അടുത്ത ആഴ്ചയുടെ അവസാനം കുറച്ച് അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും. പ്രത്യേകിച്ച് വിസ സംബന്ധമായിട്ടുള്ള അങ്ങനത്തെ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങൾ, വിസയൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അടുത്ത ആഴ്ച അവസാനം അനുകൂലമായിട്ടുള്ള സമയം വന്നു ചേരുന്നതാണ്. വിവാഹം ആലോചിക്കുന്നവർക്കും ഒരു ബുധനാഴ്ച വരെയുള്ള തടസ്സങ്ങൾ കാണിക്കുന്നുണ്ട്. ഹയർ സ്റ്റഡീസിന് പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കും അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ് വരാൻ പോകുന്നത്. പൂർണ്ണമായിട്ടുള്ള സരസ്വതി കടാക്ഷം നിറഞ്ഞു നിൽക്കും. ഇതൊക്കെയാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് അടുത്ത ഒരാഴ്ചത്തെ ഫലം. അടുത്തത് തുലാക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ ചിത്തിര പകുതി, ചോതി, വിശാഖം മുക്കാൽ ഭാഗം. തുലാക്കൂർ നക്ഷത്ര ജാതകർക്ക് പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് രണ്ടും കൂടെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു സമയമാണ് വരാൻ പോകുന്നത്. അതായത് ആദ്യത്തെ ഒരു 4 ദിവസം അനുകൂലമായിട്ടുള്ള സമയവും പിന്നീടുള്ള കുറച്ച് ദിവസം ആ ആഴ്ചയുടെ അവസാനത്തെ അങ്ങോട്ട് വരുംതോറും കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന തുലാക്കൂർ നക്ഷത്ര ജാതകർക്ക് അടുത്ത ഒരു ചൊവ്വാഴ്ച വരെ വളരെ നല്ല സമയമാണ്. ബിസിനസ് എക്സ്പാൻഷനൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് ചൊവ്വാഴ്ച വരെ. അതിനുശേഷം ഡിസിഷൻ ചിലപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ചാനലിൽ എത്തിച്ചേരാനുള്ള ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ചിലപ്പോൾ കാണിച്ചേക്കാം. ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് പരമാവധി തിങ്കൾ ചൊവ്വ ആ ഒരു ദിവസങ്ങൾ ബുധനാഴ്ചയ്ക്കുള്ളിൽ ചെയ്യാൻ ശ്രമിക്കുക. വളരെ നല്ല സമയമായിരിക്കും. ലക്ഷ്മി ദേവി കടാക്ഷം, ധനലക്ഷ്മി ദേവിയുടെ കടാക്ഷം പൂർണ്ണമായിട്ടും കിട്ടുന്നതാണ്. ഹയർ സ്റ്റഡീസിനൊക്കെ പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്നവർ അവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക്. വിവാഹം ആലോചിക്കുന്നവർക്കും ബുധനാഴ്ച വരെ നല്ല സമയമാണ്. പ്രത്യേകിച്ച് പെണ്ണ് കാണാനൊക്കെ പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ ബുധനാഴ്ച വരെ, ഞായർ തിങ്കൾ ചൊവ്വ ബുധനാഴ്ച വരെ നല്ല സമയമാണ്, അനുകൂലമായിട്ടുള്ള സമയമാണ്. ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്നു. അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ട് ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ തുലാക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക്, ധനനഷ്ടം
കാണിക്കുന്നുണ്ട്. പണമിടപാടുകൾ നല്ല രീതിയിലൊന്ന് ശ്രദ്ധിക്കുക. ചിലവ് കൂടി നിൽക്കാനുള്ള സാധ്യത അടുത്ത ഒരാഴ്ച നിങ്ങൾക്ക് കാണിക്കുന്നതാണ്. ഇതൊക്കെയാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. അടുത്തത് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ വിശാഖം കാൽഭാഗം, അനിഴം തൃക്കേട്ട. വൃശ്ചികക്കൂർ നക്ഷത്ര ജാതകർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത അടുത്ത ഒരാഴ്ച കാണിക്കുന്നു. ജോലിയിൽ നല്ല ഉയർച്ചയുണ്ടാവും. ജോലി അന്വേഷിക്കുന്നവർക്ക് കിട്ടാനുള്ള ഒരു ഭാഗ്യം, ദൈവികപരമായിട്ടുള്ള കടാക്ഷം, പരദേവതാ കടാക്ഷം, അതുപോലെ വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്നു. ദാമ്പത്യപരമായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകൾ, അതായത് ചെറിയ രീതിയിലുള്ള സൗന്ദര്യപ്പിണക്കം ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ കാണിക്കുന്നു വൃശ്ചികക്കൂർ നക്ഷത്ര ജാതകർക്ക്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ബിസിനസ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്കും വളരെ നല്ല സമയമാണ്. മണി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അടുത്ത ഒരാഴ്ച. ഹയർ സ്റ്റഡീസിന് പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വീട്ടിൽ, കുടുംബത്ത് സമാധാനവും ശാന്തിയും ഐശ്വര്യവും നിലനിൽക്കും. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നിലനിൽക്കുന്നതാണ്. അമ്മ അച്ഛൻ അങ്ങനെയുള്ള എന്തെങ്കിലും ഈ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഈ അടുത്ത ഒരാഴ്ച മാറി നിൽക്കുന്നതാണ്. പൂർണ്ണമായിട്ടും കുടുംബക്ഷേത്രത്തിൽ നിന്നുള്ള കടാക്ഷം പൂർണ്ണമായിട്ടും നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരം ആണ് വരാൻ പോകുന്നത്. കുട്ടികൾക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അടുത്ത ഒരാഴ്ച. ഇതൊക്കെയാണ് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ ഒരാഴ്ചത്തെ ഫലം. അടുത്തത് ധനു കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ മൂലം, പൂരാടം, ഉത്രാടം കാൽഭാഗം. ധനുക്കൂർ നക്ഷത്ര ജാതകർക്ക് വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഇവർക്ക് ഉണ്ടായിരുന്നു. എല്ലാ മേഖലകളിലും വളരെ അനുകൂലമായിട്ടുള്ള സമയമായിരുന്നു. ഈ ഒരാഴ്ച ധനുക്കൂർ നക്ഷത്ര ജാതകർക്ക് വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്നു. അതായത് ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറി നിൽക്കുന്നു. കുടുംബത്ത് ശാന്തിയും സമാധാനവും നിലനിൽക്കും. കപ്പിൾസ്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള വഴക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഈ ഒരാഴ്ച മാറി നിൽക്കുന്നതാണ്. ജോലിക്ക് അന്വേഷിക്കുന്നവർക്ക് ചെറിയ തോതിലുള്ള തടസ്സം ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അപ്പം ജോലിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്കും, പ്രത്യേകിച്ച് ഗവൺമെൻറ് സെക്ടേഴ്സിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും ചെറിയ രീതിയിലുള്ള ഒരു ടെൻഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ധനുക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. ആരോഗ്യപരമായിട്ട് അത്ര ബുദ്ധിമുട്ടുകൾ കാണിക്കത്തില്ല ഈ ഒരാഴ്ച. പൂർണ്ണമായിട്ടുള്ള ഒരു ദൈവികപരമായിട്ടുള്ള കടാക്ഷം കാണിക്കുന്നതാണ്. പണമിടപാടുകൾ ശ്രദ്ധിക്കുക. ധനനഷ്ടം വരാത്ത രീതിയിൽ ശ്രദ്ധിക്കുക. അതുപോലെ ചിലവ് ഒരുപാട് കൂടി നിൽക്കാനുള്ള സാധ്യതകൾ ധനുക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നു. പുറത്തുനിന്നുള്ള ഭക്ഷണം പരമാവധി ശ്രദ്ധിച്ച് മാത്രം കഴിക്കുക. അങ്ങനെ ഭക്ഷ്യസംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഒന്നും വരാതെ സൂക്ഷിച്ച് മുൻപോട്ട് പോവുക. അടുത്തതായി മകരക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം പകുതി. മകരക്കൂർ നക്ഷത്ര ജാതകർക്ക് ജോലി സംബന്ധമായിട്ട് ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജോലി അന്വേഷിക്കുന്നവർക്കും അത് അത്ര പോസിറ്റീവ് ആകത്തില്ല. അത് ഒരു ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ കാണിക്കുന്നുണ്ട് മകരക്കൂർ നക്ഷത്ര ജാതകർക്ക്. അപ്പം സുബ്രഹ്മണ്യ സ്വാമി ഒന്ന് പ്രാർത്ഥിക്കുക ദിവസവും. അങ്ങനെയുള്ള തടസ്സങ്ങൾ, ചൊവ്വ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ കാണിക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഒന്ന് ദർശനം നടത്തുക. കുമാരസൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നത് വളരെ നല്ലതാണ്. മകരക്കൂർ നക്ഷത്ര ജാതകർക്ക് ആരോഗ്യപരമായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകൾ കാണിക്കാനുള്ള സാധ്യത ഉണ്ട്. ആരോഗ്യപരമായിട്ട് പ്രത്യേകിച്ച് കുടുംബത്ത് അച്ഛനമ്മമാർക്ക് ചെറിയ തോതിലുള്ള അരിഷ്ടതകൾ ഉണ്ടാകാനുള്ള സാധ്യത, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. കുട്ടികൾക്കും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നുണ്ട്. വിദേശത്ത് ഉപരിപഠനത്തിന് ഒക്കെ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് മകരക്കൂർ നക്ഷത്ര ജാതകർക്ക് ഈ വരുന്ന ഒരു ചൊവ്വ ബുധൻ വരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതിനുശേഷം ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകും. പണം ഇടപാടുകൾ ശ്രദ്ധിക്കുക. ധനപരമായിട്ട് നിങ്ങൾക്ക് ചിലവ് കൂടി നിൽക്കാൻ സാധ്യതയുള്ള ഒരു വാരമാണ് വരാൻ പോകുന്നത്, അതും ശ്രദ്ധിക്കുക. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഒക്കെ പ്ലാൻ ചെയ്യുന്നവരൊന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം ഒരു ഡിസിഷൻ എടുക്കുക. നിലവിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്.
കസ്റ്റമേഴ്സ് സാറ്റിസ്ഫാക്ഷൻ, അതുപോലെ പുതിയ കസ്റ്റമേഴ്സിനെയൊക്കെ കിട്ടാനും ധനപരമായിട്ട് നല്ല ഒരു സമയമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മകരക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അടുത്തത് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ അവിട്ടം പകുതി, ചതയം, പൂരുരുട്ടാതി മുക്കാൽ ഭാഗം. കുംഭക്കൂർ നക്ഷത്ര ജാതകർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. പുതിയതായിട്ട് ജോലിയിൽ അതുപോലെ ജോലിയിൽ പ്രവേശിക്കാനൊക്കെയുള്ള ഡിസിഷനൊക്കെ വെയിറ്റ് ചെയ്യുന്നവർക്കും നല്ല സമയമാണ്. ജോലിയിലുള്ള നിങ്ങളുടെ നിലവിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിങ്ങളുടെ ഹയർ ഒഫീഷ്യൽസ് അവരെയൊക്കെ കൺവിൻസ് ചെയ്യാനും നിങ്ങൾ ചെയ്യുന്ന വർക്ക് എന്താണെന്ന് അവരിലേക്ക് എത്തിപ്പെടുകയും പ്രൊമോഷൻസിനൊക്കെ റിക്വസ്റ്റ് കൊടുത്തവർക്ക് അനുകൂലമായിട്ടുള്ള ആ ഒരു ദൈവികപരമായിട്ടുള്ള ഒരു റിസൾട്ടൊക്കെ കിട്ടാൻ പോകുന്ന ഒരാഴ്ചയാണ്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നു കുംഭക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക്. ശനീശ്വര കൃപ അടുത്ത ഒരാഴ്ച നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പറ്റുമെങ്കിൽ ദിവസവും 3 തവണ ശനീശ്വര മന്ത്രം ജപിക്കുക. നീലാഞ്ജന സമാഭാസം, രവിപുത്രം യമാഗ്രജം ഛായ മാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യം നിലനിൽക്കുന്നു. ദമ്പതികൾക്കിടയിൽ ഉള്ള അങ്ങനെയുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, വഴക്കുകൾ, കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി നല്ല രീതിയിലുള്ള ഒരു സ്നേഹത്തോടെയുള്ള ഒരാഴ്ചയായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. കുട്ടികൾക്ക്, ഹയർ സ്റ്റഡീസിനൊക്കെ പോകുന്ന കുട്ടികൾക്ക് ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഭാഗ്യം കടാക്ഷിച്ച് നിൽക്കുന്ന ഒരു ആഴ്ചയാണ് വരാൻ പോകുന്നത്. പണമിടപാടുകൾ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ധനനഷ്ടം ഉണ്ടാകാത്ത രീതിയിൽ ശ്രദ്ധിക്കുക. അങ്ങനെ അല്ലാത്ത പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് ഉണ്ടാകുന്നതല്ല. ഇതൊക്കെയാണ് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. അടുത്തത് മീനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മീനക്കൂർ നക്ഷത്ര ജാതകർക്ക് ആരോഗ്യപരമായിട്ടുള്ള നല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. പ്രത്യേകിച്ച് മീനം രാശിയിൽ ഇപ്പം സർപ്പം, അതുപോലെ തന്നെ രാഹുവും ശനിയും നിൽക്കുകയാണ്. അപ്പം രാഹു ശനി നിൽക്കുന്നതിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് തീർച്ചയായിട്ടും ഈ ഒരു മീനക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നതാണ്. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നം കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഉള്ള സാധ്യതയുണ്ട്. നയന സംബന്ധമായ പ്രശ്നം, തലവേദന, ക്ഷീണം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ വർക്കിൽ, ജോലിയിലുള്ള അലസത ഈ ഒരാഴ്ച കാണിക്കുന്നതാണ്. പുതിയതായിട്ട് ജോലി അന്വേഷിക്കുന്നവർക്കത് അത്ര പോസിറ്റീവ് ആയിരിക്കത്തില്ല കിട്ടാൻ. കുറച്ച് ചെറിയൊരു തോതിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകും. കുടുംബത്ത് ചെറിയ അസ്വസ്ഥതകൾ, വഴക്കുകൾ, കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങൾ തന്നെ ഒന്ന് മാനേജ് ചെയ്ത്, അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ മാനേജ് ചെയ്ത് നല്ല രീതിയിൽ മുൻപോട്ട് പോവുക. ദമ്പതികൾക്കിടയിൽ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചെറിയ തോതിലുള്ള സൗന്ദര്യപ്പിണക്കം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. കുട്ടികൾക്ക്, മീനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കുട്ടികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്കും പൂർണ്ണമായിട്ടുള്ള സരസ്വതി കടാക്ഷം നിറഞ്ഞു നിൽക്കുന്നു. അതുപോലെ തന്നെ നരസിംഹ കടാക്ഷം നിറഞ്ഞു നിൽക്കുന്ന ഒരാഴ്ചയാണ് മീനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക്. ശത്രുപരമായിട്ട് അങ്ങനെ തടസ്സങ്ങൾ നിങ്ങളെ നേരിടുകയില്ല. ശത്രുക്കൾ ഉണ്ടാകും, പക്ഷേ പൂർണ്ണമായിട്ടും അങ്ങനെ ശത്രു സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ കാണിക്കുന്നില്ല. പിതൃക്കൾ, മരിച്ചുപോയ നിങ്ങളുടെ അടുത്ത ബന്ധുക്കളുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് സ്മരിക്കുക അടുത്ത ഒരാഴ്ച. അല്ലെങ്കിൽ ചിലപ്പോൾ അത് തടസ്സങ്ങളായി കാണിക്കാനുള്ള സാധ്യത കവടിയിൽ കാണുന്നുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ ദൈവാധീനത്തോടു കൂടി പോവുക. അതുപോലെ വിഷ്ണു ക്ഷേത്രത്തിൽ പറ്റുമെങ്കിൽ ദർശനം നടത്തുക. അതുപോലെ തന്നെ പാൽപ്പായസം വഴിപാടായി സമർപ്പിക്കുന്നതും വളരെ നല്ലതാണ്. ഈ ആഴ്ച പോകാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ആഴ്ച ആയാലും പോവുക. അങ്ങനെ പൂർണ്ണമായിട്ടുള്ള ഒരു കടാക്ഷം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. മീനക്കൂർ നക്ഷത്ര ജാതകർക്ക് ചെറിയ തോതിലുള്ള അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അടുത്ത രാഹു ഇനി മാറുന്ന ആ ഒരു സമയം വരെ അവർക്ക് ഈ ഒരു ചെറിയ ബുദ്ധിമുട്ടുകൾ, ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത മീനക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നു. ഇത്രയാണ് 27 നക്ഷത്ര ജാതകരുടെ ഫലം. അടുത്ത ഒരാഴ്ചത്തെ വാരഫലം ഇത്രയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ജാതകത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള പാപഗ്രഹ അങ്ങനെ ദോഷങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങൾ അനുഭവിക്കുന്ന ടെൻഷൻ, ബുദ്ധിമുട്ടുകൾ എന്താണ് അതുകൂടി ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ എൻ്റെ പൂജാ പ്രാർത്ഥനയിൽ തീർച്ചയായിട്ടും നിങ്ങളെ കൂടി ചേർത്ത് ഉൾപ്പെടുത്തി ഞാൻ നിങ്ങളുടെ നന്മയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടി തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. തികച്ചും സൗജന്യമാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. നിങ്ങൾക്ക് പേഴ്സണലി അങ്ങനെ അപ്പോയിൻമെൻറ്റ്സ് കാര്യങ്ങൾ
അങ്ങനെ വാട്സപ്പ് ജ്യോതിഷപരമായിട്ട് നോക്കാൻ, അതുപോലെ കബഡി പ്രശ്നം വെച്ച് നിങ്ങളുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പേഴ്സണലി നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ടൈമും സമയം ഞാൻ അലോട്ട് ചെയ്ത് നിങ്ങൾക്ക് നേരിട്ട് ഞാൻ വാട്സപ്പിൽ റിപ്ലൈ തരുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ആഴ്ച നേരുന്നു. നന്ദി, നമസ്കാരം.